നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ചോദ്യപേപ്പർ ചോർന്നു എന്ന് സ്ഥിരീകരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ചോദ്യപേപ്പർ ഇങ്ങനെ ചോരുന്നത് ഒരു സാധാരണ സംഭവമായി കാണാൻ കഴിയുമോ? ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നതായി നമ്മൾ കേട്ടുപരിചയിച്ച ആ സംഭവം കേരളത്തിലേക്കും വരികയാണ്. ചോദ്യപേപ്പർ ചോർച്ചയുടെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണെന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ സന്തോഷ് കാസർഗോഡ് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സന്തോഷ്, ഈ ചോദ്യപേപ്പർ ചോർച്ച എങ്ങനെ സംഭവിക്കും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഈ നടപടിക്രമങ്ങൾ കൊണ്ട് തടയാൻ നമ്മുടെ സംസ്ഥാനത്ത് കഴിയുമോ? സന്തോഷിലേക്ക് ഞാൻ വരാം. അപ്പം കുഞ്ഞാമത് കോഴിക്കോട് നിന്നാണ് ചേരുന്നത് അല്ലേ? യെസ്, നമസ്കാരം. താങ്കൾ ഈ വിദ്യാഭ്യാസ മേഖലയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട ആളാണോ? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ശ്രീ കുഞ്ഞഹമ്മദ്. അടുത്ത കോളറിലേക്ക് പോകാം. ദാസൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ദാസൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദാസൻ, എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോരുന്നു എന്ന വിഷയത്തെ കാണുന്നത്? ഇതിൽ അത്യന്തം ഗുരുതരമാണ്. നമ്മളൊക്കെ സാധാരണക്കാർക്ക്, എന്റെ മോളൊക്കെ PSC കുറേ ഡിഗ്രി കഴിഞ്ഞ മോളാണ് എന്റെ മോള്. അവളൊക്കെ എന്നും ഇങ്ങനെ എഴുതുന്നുണ്ട്. ഇങ്ങനെ എഴുതുന്നല്ലാതെ ഇതൊക്കെ ഈ ഭരണകൂടത്തിന്റെ ആൾക്കാരാണ്, ഈ ഭരിക്കുന്ന ആളുകൾ ബന്ധപ്പെട്ട ആൾക്കാര്. അവർക്ക് ഇത് കിട്ടാൻ സൗകര്യമുണ്ട്. ഇതൊന്നും ഒരു നല്ല രീതിയല്ല. കാര്യം നമ്മുടെ നാട്ടില് സാധാരണ പാവപ്പെട്ട ആൾക്കാര്, അയ്യോ എന്റെ മോള് പഠിച്ചിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് പഠിക്കുകയും പരീക്ഷ ചെയ്യുന്ന മക്കളോട് ചെയ്യുന്നത് കൊടും ക്രൂരത. നിങ്ങളൊക്കെ ചെയ്യുന്ന, നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടും കാര്യമില്ല. ഇങ്ങനെ ഈ പിൻവാതിലെ കൂടി ഇത്ര ശാപം ഉണ്ടാവും ഈ പാവപ്പെട്ട ആൾക്കാര്. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണത്, കുറെ പാവങ്ങളുണ്ട് ഈ നാട്ടില്, കൊടും പട്ടിണി നടക്കുന്ന പാവങ്ങൾ. അങ്ങനത്തെ ആൾക്കാരെ ഈ പിച്ചച്ചട്ടിന്ന് പാരുന്ന പരിപാടികൾ ചെയ്യുന്നത് ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കും. എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുക. താങ്കളുടെ അഭിപ്രായം. യൂട്യൂബിലും നമുക്ക് നിരവധി പേർ പ്രതികരണങ്ങളുമായി എത്തുന്നു. CG ക്രാഫ്റ്റ് എന്ന ഒരു യൂട്യൂബർ നമുക്ക് പറയുന്നത്, ഞാൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്ന് പറയുന്നു. യഥാർത്ഥ പേരെന്തെങ്കിലും ആയിരിക്കും, എന്നാലും CG ക്രാഫ്റ്റ് എന്നാണ് ഇതിൽ കാണുന്നത്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ കണ്ടു, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാണ് എന്ന് തോന്നിയില്ല എന്നാണ് യുവതി പറയുന്നത്. ഏതായാലും ഇത് 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും SLCയുടെ ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യങ്ങളാണല്ലോ ചോർന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഏതായാലും മന്ത്രി പക്ഷേ അങ്ങനെ ചോർന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ തൻവീർ സർത്താർ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. തൻവീറിനും എൻ്റെ അഭിവാദ്യങ്ങൾ. നിറഞ്ഞ ചിരിയൊക്കെയാണ് യൂട്യൂബിൽ നൽകുന്നത്. സന്തോഷം. മുഹമ്മദ് മഞ്ചേരി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ഇത് ഉത്തരേന്ത്യയിലൊക്കെ സ്ഥിരം സംഭവമാണ്, ഈ ചോദ്യപേപ്പർ ചോരുക, അത് വലിയ വില കൊടുത്ത് വാങ്ങിക്കുക എന്നൊക്കെ. ഈ കേരളത്തിലേക്ക് ഇത് വരുന്നു എന്ന് പറയുന്നത്, അത് നമ്മളും ആ വഴിക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനയാണോ? നമസ്കാരം സാറേ. നമസ്കാരം. ഇത് ഈ ചോദ്യപേപ്പർ ചോർന്നു ചോര എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ശാപാണ്. പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഇപ്പൊ ഡൽഹിയിലോ ഉത്തരേന്ത്യയിലോ ഒക്കെ ഒരു വലിയ സംഭവം, വലിയ ചോർന്നപ്പോ ഞങ്ങളെ ചാനൽ തന്നെ പല പ്രാവശ്യം പറയുന്നു. അതിനെ സംബന്ധിച്ച് ഇതും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിവിടെ 10ാം തരം ആയാലും 8ാം തരം ആയാലും 9ാം തരം കുട്ടികൾ, പഠിച്ച കുട്ടികൾ ജയിക്കണം. പഠിക്കാത്ത കുട്ടികൾ അത് ഒരു വീണ്ടും പഠിച്ചോട്ടെ. ഇത് ഈ ചോദ്യപേപ്പർ ചോർന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ സങ്കടമാണത്. കാരണം എന്ന് വെച്ചാൽ ആ കിട്ടിയ ആൾക്കാർ യൂട്യൂബിലോ ഏതിലൊക്കെ വന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ യൂട്യൂബൊന്നും കണ്ടിട്ടില്ല, എങ്കിലും കൂടിയിട്ട് വിവരങ്ങൾ അറിഞ്ഞു. അത് ഭയങ്കര ഒരു കുറ്റാണത്. ആ കുറ്റം ആരാണ്, അതിന്റെ അടിയിൽ വന്ന ആളാരാണെന്നും അത് ചോർത്തി കൊടുത്ത ആളാരാണെന്നുള്ളതും അത് ഇവിടുത്തെ കേരളത്തിലെ മഹത്തായ പോലീസ്, വളരെയധികം മിടുക്കന്മാരായ പോലീസിനെ കണ്ടുപിടിക്കണമെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വളരെ വ്യക്തമാണ്. വളരെ നന്ദി. ശ്രീ മഞ്ചേരിയിൽ നിന്നാണ് ശ്രീ മുഹമ്മദ് വിളിച്ചത്. വളരെ നന്ദി. നിരവധി പേർ യൂട്യൂബിൽ പ്രതികരണങ്ങൾ ആയി വരുന്നു. ARKT വോൾക്സ് എനിക്ക് അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നു. ARKT വോൾക്സിനും എൻ്റെ അഭിവാദ്യങ്ങൾ. നവേ ഹലോ എന്ന് പറയുന്നു, ഞാനും തിരിച്ച് ഹലോ എന്ന് പറയുന്നു. ഗ്ലൂമി വൺ പറയുന്നു ഇതിനോടൊക്കെ പുച്ഛമാണെന്ന്.
ഇതിനെ പുച്ഛിച്ചാൽ മാത്രം പോരാ, കർശന നടപടിയും എടുക്കണം. ശ്രേയൻ ഉണ്ണിക്ക് MK ഹായ് എന്ന് പറയുന്നു. അതുപോലെ അച്ചു ഈ MS ഈ യൂട്യൂബിൻ്റെ ഫാൻസ് ഇവിടെ വരട്ടെ എന്ന് പറയുന്നത് അത് പിന്തുണ അപേക്ഷിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അനിരുദ്ധ് പറയുന്നു ഇങ്ങനെ ഇവർ മുൻപും ഇതുപോലെ ചില യൂട്യൂബറിൽ ചില പ്രഡിക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്, അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ എന്ത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ 7 കിങ്സ് പറയുന്നു ഈ യൂട്യൂബ് ചാനൽ അങ്ങനെ ചെയ്യില്ലെന്ന്. അതിൽ യൂട്യൂബിനെ അനുകൂലിച്ച് നിരവധി പേർ രംഗത്തെത്തുകയാണ്. അവർ എക്സ്പീരിയൻസ് കൊണ്ട് ചോദ്യം പറയുന്നു എന്ന് പറയുന്നു. ഗെറ്റ് യുവർ ജോബ്. അതോടൊപ്പം തന്നെ അതിഥി പറയുന്നു ഇത് സ്ഥിരം അല്ലാത്ത പാറ്റേണിൽ വരെ ചോദ്യം വരുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യം തീർച്ചയായും എനിക്ക് തീർച്ചയായുള്ളതാണ് എന്ന് അനിരുദ്ധ് പറയുന്നു. ഈ പൗൾവിൻ സുനിൽ അവർ MS യൂട്യൂബ് ചാനലിനെ അംഗീകരിച്ചുകൊണ്ട് വരുന്നു. ട്യൂഷൻ സെൻറ്റർ ചോദിച്ചാൽ ഡിസ്കസ് ചെയ്തുകൂടെ എന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നു. ഗെയിംസ് ഒഫീഷ്യൽ ഇവരുടെ ഒന്നും പേര് വ്യക്തമല്ല, ഇതെല്ലാം പലതരം പേരുകളിൽ നിന്നാണ്. നന്ദു പറയുന്നു സ്കൂൾ ടീച്ചേഴ്സിന് നന്നായ രീതിയിൽ യൂട്യൂബിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. നന്ദുവിൻ്റെ ആ ഒരു വിമർശനം അധ്യാപകർക്ക് നേരെ ഉള്ളതാണ്. യൂട്യൂബിൽ ആളുകൾ കുറേ കൂടി നന്നായി പഠിപ്പിക്കുന്നു എന്നാണ്. ഏതായാലും നമ്മുടെ സർക്കാർ സംവിധാനം സ്കൂളുകളിലൊക്കെ ഇപ്പോൾ മികച്ച രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ പൊതുവേ മനസ്സിലാക്കുന്നത്. പക്ഷേ സ്വാഭാവികമായി യൂട്യൂബിൽ ആളുകൾക്ക് കുറേ കൂടി ഇത് മികച്ച രീതിയിൽ പറയാൻ കഴിയുന്നുണ്ട്. അത് ടീച്ചർമാർക്കും ഉണ്ട്. ഞാൻ എന്തായാലും അവരെയും കുറ്റപ്പെടുത്തുന്നില്ല. നവേ പറയുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത ആർക്ക് വേണമെങ്കിലും പാറ്റേൺ മനസ്സിലാകും എന്ന് പറയുന്നു. അങ്ങനെ നിരവധി കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അഭിജിത്ത് എനിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. ദിൻഷ ഹേ എന്ന് വിളിക്കുന്നു. റഫീന TK യുടെ അഭിവാദ്യങ്ങളും സ്വീകരിക്കുന്നു. ജോൺസൺ, അങ്ങനെ നിരവധി ആളുകൾ ഇതിലേക്ക് വരുന്നു. ഏതായാലും അടുത്ത കോളറിലേക്ക് പോകാം. ബാലകൃഷ്ണൻ വടകര. ശ്രീ ബാലകൃഷ്ണൻ വടകര, താങ്കളെ ഒരല്പനേരം കാത്തു നിൽക്കാൻ പ്രേരിപ്പിച്ചതിൽ ക്ഷമിക്കണം. കാരണം യൂട്യൂബിൽ ഇങ്ങനെ കമൻറ്റുകൾ വരുമ്പോൾ പലതും അവർ പുതിയ ആളുകളാണല്ലോ, അപ്പോൾ അതുകൂടി വായിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഈ തെരഞ്ഞെടുപ്പ് ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ക്ഷമയൊന്നും ചോദിക്കണ്ട, നമ്മുടെ യുവാക്കളല്ലേ, അവരും പ്രതികരിക്കട്ടെ. അതെ അതെ, ആ ഒരു വലിയ ഇതാണ് എനിക്ക് ശ്രീ ബാലകൃഷ്ണൻ വടകരയോട് ചിലപ്പോഴൊക്കെ വലിയ ബഹുമാനം തോന്നുന്നതിന് ഒരു പ്രധാന കാരണം. അത്രയൊന്നും ബഹുമാനം വേണ്ട സാർ, ചില സമയത്ത് ബഹുമാനത്തിന് അർഹനല്ല. പക്ഷെ സത്യത്തിൽ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഈ ചോദ്യ പേപ്പറൊക്കെ ചോർന്നത് ഈസിയാണ് സാർ. ഇതൊക്കെ സിമ്പിൾ പരീക്ഷകൾ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കഷ്ടിച്ച് BA പാസ്സായവൻ അവന്റെ പിതാവിന്റെ അടുത്ത് മാതാപിതാക്കളുടെ അടുത്ത് പണം ഉണ്ടാവൽ അവൻ ടീച്ചറാണ്. അതേ സ്ഥാനത്ത് MA B.Ed കഴിഞ്ഞിട്ട് ഗതിയില്ലാതെ നടക്കുന്നവർക്ക് ജോലിയില്ല. അപ്പൊ നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ തലമുറയെ പഠിപ്പിക്കുന്നത് വിവരം കുറഞ്ഞവർ, വിദ്യാഭ്യാസമുള്ളവർ തെരുവിൽ തെണ്ടുക. അതെന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക അടിസ്ഥാനത്തിലാണ്. ഈ സാമ്പത്തികമുള്ള എന്റെ മക്കള് കഷ്ടിച്ച് BA B.Ed കഴിഞ്ഞാല് അവന് ജോലി കിട്ടുവാണ്. അതേസ്ഥാനത്ത് MA B.Ed സുന്ദരമായി പഠിച്ചിട്ട് MA B.Ed പാസ്സായവന് ജോലിയില്ല, കാരണം അവന്റെ കയ്യിൽ പൈസ ഇല്ല. ആ ഒരു സംവിധാനം സർക്കാർ ഒന്ന് പരിശോധിക്കട്ടെ. കാരണം നമ്മുടെ തലമുറയെ, നാളത്തെ തലമുറയെ വളർത്തുന്നതല്ലേ. അപ്പം വിദ്യാസമ്പന്നരായത് പുറത്തു നിൽക്കുകയും വിദ്യാഭ്യാസം കുറഞ്ഞവർ ടീച്ചറാവുകയും ചെയ്യുന്നു. അത് വേദനാജനകമായ സംഭവമാണ്. ഇത് ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവില്ല. അത് മറ്റൊന്ന്, ഈ ചോദ്യ പേപ്പർ ഒക്കെ ചോർന്നത് ഈസിയാണ് സാർ. ഈ ഉത്തരേന്ത്യയിലും ഡൽഹിയിലും ഒക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമായിരുന്നു. കേരളത്തിലായതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല. കേരളം നമ്പർ 1 അല്ലേ സാർ എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് യാതൊരു സംശയമില്ല, ഇതൊരു ഈസി സംഗതിയാണ്. കേരളം നമ്പർ 1. അങ്ങനെ നമ്മൾ ഉത്തരേന്ത്യയോട് താരതമ്യപ്പെടുത്തുമ്പോൾ കേരളം അത്ര മോശമല്ല. ഉത്തരേന്ത്യയിൽ ഞാൻ ഈ അടുത്ത് ആം ആദ്മി പാർട്ടിയുടെ ഒരു ഇത് നോക്കുമായിരുന്നു. ഉത്തരേന്ത്യയിൽ ഈ പ്രത്യേകിച്ച് UP ബീഹാറിലൊക്കെ വലിയ ചോദ്യപേപ്പർ ചോർച്ചയുടെ വലിയ കണക്കുകളാണ് പറയുന്നത്. 70 അധികം തവണ ചോദ്യപേപ്പർ ചോർന്നു എന്നാണ് പറയുന്നത്. 2015 ശേഷം ഗുജറാത്തിൽ ചോദ്യപേപ്പർ എല്ലാത്തിലും ചോരുന്നു എന്നൊരു ആരോപണം ആം ആദ്മി പാർട്ടി ഉന്നയിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വേറെ അതിരസകരമായ ഒരു കാര്യം, നമ്മുടെ പാറ്റ്നയിലെ പരീക്ഷാ ഭവൻ്റെ പേര് മഹാത്മാഗാന്ധിജിയുടെ പേരിലാണ്. ഞാൻ പറ്റ്നയിലൊക്കെ ചെന്നിട്ടുള്ള ബാപ്പു പരീക്ഷാ ഭവൻ, ഈ അടുത്ത് അതിൻ്റെ വലിയ കെട്ടിടമൊക്കെ ഉദ്ഘാടനം ചെയ്തു. ഈ ബാപ്പു പരീക്ഷാ ഭവൻ എന്ന മഹാത്മാഗാന്ധിജിയുടെ പേരിട്ട ഈ സ്ഥാപനത്തിൽ നിന്നാണ്
ചോദ്യപേപ്പർ ചോർത്തി 50 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഒക്കെ വിൽക്കുന്നത് എന്ന ദുരവസ്ഥ കൂടി നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഏതായാലും കേരളം അത്രയ്ക്ക് പോയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും വളരെ നന്ദി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നിരവധി കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ യൂട്യൂബ് ചാനലെ പിന്തുണച്ചുകൊണ്ട് പലരും രംഗത്തെത്തുന്നു. പല പ്ലാറ്റ്ഫോമുകളിലും ഇത് വന്നിട്ടുണ്ട് എന്ന് DRS പറയുന്നു. രഘുനന്ദൻ പറയുന്നു, ചോദ്യപേപ്പർ ചോർത്തുന്നതിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട്, ഇവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം എന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ സർവീസിൽ നിന്ന് നീക്കണം, കർശനമായ നടപടി വേണം. ജയ സർദാർ പറയുന്നത് ഇത് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിഡിക്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. ഈ +1 എക്സാം മാറ്റുമോ എന്ന ഒരു ചോദ്യം അച്ചു ചോദിച്ചിരിക്കുന്നു. സ്വാഭാവികമായും അത് അടുത്ത ദിവസം നമുക്കത് വ്യക്തമാവും. MS മാത്രം അല്ലല്ലോ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം ഉള്ളത്, അതുകൊണ്ട് എന്തുകൊണ്ട് MS മാത്രം എടുത്തു പറയുന്നു എന്ന ചോദ്യം വരുന്നു. ഈ യൂട്യൂബ് ചാനലിനെ പിന്തുണച്ച് നിരവധി പേർ എത്തുന്നു. ഇത് ഒരു പ്രഡിക്ഷനല്ല, ഇതൊരു ചോദ്യപേപ്പർ ചോർന്നതല്ല, മറിച്ച് ഇതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കിയുള്ള ഒരു പ്രഡിക്ഷനാണ് എന്നാണ് ഇതിനെ അനുകൂലിച്ച് വരുന്നവരുടെ ഒരു അഭിപ്രായം. എന്നാൽ ഇത് ഗൗരവമായി എടുക്കണം. ഈ സർക്കാർ ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഗൗരവമായി എടുക്കണം, ബന്ധപ്പെട്ടവർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ വേണം എന്നൊരു അഭിപ്രായം കൂടി ആളുകൾ വയ്ക്കുന്നു. അടുത്ത പ്രേക്ഷകൻ ടോമി ആലപ്പുഴയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ ടോമി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ? ശ്രീ ടോമി കേൾക്കാമോ? കേൾക്കാം സാറേ. താങ്കൾ ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ? ഞാൻ നമ്മുടെ ചേർത്തല സൗത്ത് പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. വെരി ഗുഡ്. ഒരു ജനപ്രതിനിധിയെയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ഒരാളെയും നമുക്ക് പൊതുവേദിയിൽ കിട്ടിയിരിക്കുകയാണ്. താങ്കളുടെ ഒരു അഭിപ്രായം വളരെ 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 പ്രധാനപ്പെട്ടതായിരിക്കും. കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പ്രത്യേകിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ മേഖല നമ്മുടെ 2 പ്രധാന മേഖലകളാണ്. എന്ത് തോന്നുന്നു, ഇത് സാധ്യമാണോ നമ്മുടെ സംസ്ഥാനത്ത്? അതോ ഈ പലരും നമ്മുടെ യൂട്യൂബിൽ പറയുന്ന പോലെ ഇത് വെറും പ്രഡിക്ഷൻ ആണോ? സാറേ, ഇത് നമ്മുടെ ഇന്ന് വളരെ ആശങ്കയോടും അതിലുപരി വളരെ ഉത്കണ്ഠയോടും കൂടിയാണ് ഈ വാർത്ത കാണുന്നത്. കാരണം ലോകത്ത് തന്നെ അല്ലെങ്കിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ മൂല്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഇനി വരും തലമുറയ്ക്ക് എവിടെ സാധ്യതയുണ്ട്? കാരണം നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറുന്നു. ഇന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഏറ്റവും വലിയ കച്ചവടം ആരോഗ്യവും വിദ്യാഭ്യാസവുമാണ്. ആ 2 മേഖലയിലാണ് ഇന്ന് ഏറ്റവും വലിയ വ്യവസായം നടക്കുന്നത്. ഇപ്പൊ ഇതിൽ ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല ചോദ്യപേപ്പർ ചോർന്നു എന്നതിൽ. കാരണം ഇന്നത്തെ ഈ ഭരണ സംവിധാനത്തിലുണ്ടാകുന്ന, നമുക്കറിയാം PSC ടെസ്റ്റ് എഴുതി പഠിക്കാൻ പോലും ഇല്ലാത്ത ആൾക്കാർ 1ാം റാങ്കിൽ എത്തുന്നതെല്ലാം വലിയ യൂണിയൻ നേതാക്കന്മാര് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ 1ാം സ്ഥാനത്ത് എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുവാൻ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്കും അധ്യാപകർക്കും കഴിയുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഇപ്പോൾ ഭരിക്കുന്ന ഭരണത്തലവന്മാരെ പേടിയില്ലാത്തത് കൊണ്ട് മാത്രമാണ്. കാരണം ആ തരത്തിലേക്ക് അവരെ വിശ്വസിക്കുന്നു, ഞാൻ എന്നേലും വലിയ കള്ളൻ മേളിയിരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കണ്ട, അത് ആ തരത്തിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലുപരി ഇന്ന് നമ്മൾ പെൻഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞ 1458 പേര് പെൻഷൻ മേടിക്കുന്ന കണക്കെല്ലാം വന്നു. അവരെ ലിസ്റ്റൊന്നും വന്നിട്ടില്ല. ഇതെല്ലാം അങ്ങനെ ചെയ്യുന്നത് ഇന്ന് ഭരിക്കുന്ന ആ ഭരണകർത്താക്കളെ പേടിയില്ലാത്തത് കൊണ്ട്, അതിലും വലിയ ആൾക്കാരാണ് ഉള്ളത്, ആ തരത്തിലുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ അഴിമതി ഇവിടെ നടക്കുന്നത്. ഇത് നമ്മുടെ ഭാവി തലമുറയെ, രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ വളരെ ആശങ്കയോടെ, ഞാനൊരു പിതാവ് എന്ന നിലയിൽ, 2 മക്കളുടെ പിതാവ് എന്ന നിലയിൽ എനിക്കും വലിയ ആശങ്കയും ഉത്കണ്ഠയുണ്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇതിൽ പല പ്രേക്ഷകരും എന്നോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് MS-ന്റെ മാത്രം പേര് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ലോ കേട്ടോ, ഇവിടെ നിരവധി ആളുകൾ MS എന്ന് എഴുതുന്നുകൊണ്ട് പറയുന്നതാണ്. എന്നെ സംബന്ധിക്കുന്ന വിഷയം അത് ആര് എന്നതല്ല, പക്ഷേ ഈ ചോദ്യപേപ്പർ ചോരുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ സർക്കാരിൻ്റെ നടപടികൾ ആവശ്യാനുസൃതം ആണോ എന്നതാണ്. ഏതായാലും ഈ നിയമ നടപടികളോട് സഹകരിക്കും എന്ന ഒരു പ്രതികരണം വന്നിട്ടുണ്ട് MS-ന്റെ ഭാഗത്തു നിന്ന്.
സ്വാഭാവികമായും അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന നിലപാടാണ് അവരെടുത്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. അപ്പം കേരളത്തിലെ സാഹചര്യങ്ങൾ പറയണമെന്ന് നിരവധി പേർ ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ കേരളത്തിൽ പലപ്പോഴും താരതമ്യേന കുറവാണ് എന്ന് പറയാം. എങ്കിലും ഈ പല സർവകലാശാലകളും, പ്രത്യേകിച്ച് ഈ കണ്ണൂർ സർവകലാശാലയിൽ ഇത്തരം നിരവധി സംഭവങ്ങൾ നടന്നതായി റിപ്പോർട്ട് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ ഈ ചോദ്യപേപ്പർ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ അതേപോലെ ആവർത്തിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഈ അടുത്ത കാലത്തൊക്കെ അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടായി എന്നാണ് അവിടെ നിന്നും മനസ്സിലാകുന്നത്. ടോമിക്ക് പറയുന്നു അത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്ഷനാണെന്ന് പറയുന്നു. ഐസക് ന്യൂട്ടൺ എക്സാം വിന്നർ എന്ന് എനിക്കത് വ്യക്തമായില്ല. ഐസക് ന്യൂട്ടൺ ഒരു പ്രതികരണം നടത്തിയിരുന്നു. സതീഷ് പി കെ നമ്മുടെ ഈ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തിയിരിക്കുന്നു. ഒപ്പം മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരുകൾ കൂടി ഉണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് അത് പറയാം. ഞാൻ ഏതായാലും ഇതിനെ സംബന്ധിച്ചൊരു പോലീസ് അന്വേഷണം നടന്ന് അതിൻ്റെ കൃത്യ കാര്യങ്ങൾ പുറത്തു വരട്ടെ. മന്ത്രി ഇത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഇത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഈ വിഷയം അങ്ങനെ പരിഗണിക്കുന്നത്. ഫാത്തിമ റഹ്ന ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. കുറ്റം പറയണ്ട ഈ യൂട്യൂബ് ചാനലിന് എന്നാണ്. ഞാൻ കുറ്റം പറയുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ വാർത്ത നൽകാൻ ിരിക്കാൻ കഴിയില്ല. എനിക്ക് അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നു പി കെ സതീഷിനും എൻ്റെ അഭിവാദ്യങ്ങൾ. പ്രീണ സന്തോഷ് MS-നെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് നിരവധി ആളുകൾ ഇവരെ പിന്തുണയ്ക്കുന്നു. TG രാജുവാണ് എന്നോട് ചോദിക്കുന്നത് കേരളത്തിലെ കാര്യം എന്താണ് പറയാത്തതെന്ന്. കേരളത്തിലെ കാര്യം ഞാൻ പറഞ്ഞു. കേരളത്തിലും കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. പക്ഷേ ഇത് മറ്റു പല സംസ്ഥാനങ്ങളിൽ, മഹാരാഷ്ട്രയിൽ അവിടെ MBBS-ൻ്റെ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നത് 25 ലക്ഷം വിദ്യാർത്ഥികളെയാണ് ബാധിച്ചതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അത് സംബന്ധിച്ച് CBI എൻക്വയറി നടക്കണം. അങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും വലിയ തോതിലുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ അത്രയുണ്ടോ കേരളത്തിലെന്ന സംശയം ഞാനും ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അയാം NJ പറയുന്നു പാറ്റേൺ മനസ്സിലാക്കിയുള്ള പ്രഡിക്ഷനാണ് എന്ന്. ശ്രിയ MS എനിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. അവർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. മിഥിൽ രാജ് പറയുന്നു കുട്ടികൾ പഠിച്ചത് കൊണ്ടല്ലേ സാർ എന്ന്. മിഥിലാജ് കുട്ടികൾ പഠിച്ചതുകൊണ്ട് ആണോ എനിക്കറിയില്ല. ഏതായാലും ആ വിഷയങ്ങളൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാമച്ചൻ എനിക്കൊപ്പം ചേരുന്നത് എറണാകുളത്ത് നിന്നാണ്. ശ്രീ മാമച്ചൻ ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ? സാറേ, തീർച്ചയായിട്ടും ഞാൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇതിനു വേണ്ടിയുള്ളൊരു മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ. അപ്പോ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ട്യൂഷനൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ മാസം 250 രൂപ 300 രൂപ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ചെറിയ രീതിയിൽ ഫീസൊക്കെ കൊടുത്ത് നമ്മൾ പഠിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. പല ട്യൂഷൻ ഓൺലൈൻ മാധ്യമങ്ങളും ട്യൂഷൻ സെന്ററുകളും ഓൺലൈൻ രീതിയിലൊക്കെ വരുന്നത് ലക്ഷങ്ങളും 50,000-ലേക്കാണ് ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കരമായ ഒരു മേഖലയായിട്ട് ഇത് മാറിയിട്ട് അവരവരുടെ കോടികൾ വെച്ചുള്ള സ്വാധീനം വെച്ച് പല അധികാരികളെയും അതുപോലെ തന്നെ എക്സാം പ്രിപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. എന്നിട്ട് അവര് പ്രഡിക്ഷൻ അതാണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുമ്പിൽ കിടന്ന് അഭിനയിച്ചുകൊണ്ട് അവർ ക്വസ്റ്റ്യൻ പേപ്പർ അവതരിപ്പിക്കും. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയപ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നിയെങ്കിലും അവരുടെ റേറ്റിംഗ് കൂടിയിട്ടുണ്ട്. അവരെ ഫോളോ ചെയ്യുന്ന കുട്ടികൾ ഒത്തിരി പേര് ഇനി ഉണ്ടാവും. കാരണം കുട്ടികൾക്ക് ഇപ്പൊ മാർക്കും അല്ലെങ്കിൽ ഫുൾ മാർക്ക് കഴിക്കാൻ അല്ല, ഇതിൽ അങ്ങ് പറഞ്ഞ പോലെ ഒരു കാര്യം ഞാൻ വളരെ രസകരമായി ഓർക്കണം. പണ്ട് ഒരു പത്രത്തിൽ ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറഞ്ഞ് ഒരു വാർത്ത വന്നു. അപ്പം ഞാനിത് അന്വേഷിച്ചപ്പോൾ ആ ഗൈഡ് കമ്പനി തന്നെയാണ് ഈ മാധ്യമപ്രവർത്തകനെ ഈ വാർത്ത കൊടുപ്പിക്കുന്നത്. കാരണം ഇതിന് വലിയ കാര്യമായൊരു ശിക്ഷയൊന്നുമില്ല. പിന്നെ അടുത്ത വർഷമാകുമ്പോൾ ഈ ഗൈഡിൽ നിന്നാണ് ഈ ചോർന്നതെന്ന് കാണുമ്പോൾ എല്ലാ കുട്ടികളും ആ ഗൈഡ് വാങ്ങിച്ച് പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഫ്രീ പബ്ലിസിറ്റിയും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ നടത്തിയ ചേട്ടന്മാര് രണ്ടുപേരും വൈറലാവും. കാരണം ഈ ചേട്ടന്മാരാണ് ഞങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തന്നത്, ചോദ്യപേപ്പർ ചോദിച്ചു തന്നെന്നുള്ള രീതിയിൽ ഈ ചേട്ടന്മാര് വൈറലാവും. മാർക്ക് വേണ്ട കുട്ടികൾ ഈ ചേട്ടന്മാരെ ഫോളോ ചെയ്യും. ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തുള്ള സാധാരണ കുട്ടികള് അതെന്നുള്ള വിഷയങ്ങളൊക്കെ പഠിച്ചു പോകുന്ന കുട്ടികളാണ് ഇവിടെ ഫൂളാവുന്നത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത്. ശരിക്കും ഇതിന്റെ ഉത്തരവാദികൾ ഈ പൈസ വെച്ച് വിലപേശാനായിട്ട് നിന്നു കൊടുക്കുന്ന നമ്മുടെ സിസ്റ്റമാണ് ഏറ്റവും വലിയ ഫെയിലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും അവിടെ നിന്ന് വിളിക്കുകയും ഇതിൻ്റെ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിൽ വളരെ നന്ദി. KB കുമാർ കൊട്ടാരക്കരയിൽ നിന്നാണ്. കെ ജി കുമാർ കേൾക്കാമോ?
ഹലോ ആ ഹലോ കേൾക്കാം. ശ്രീ കെ ജി കുമാർ, ഈ പരീക്ഷയുമായി ഏത് തരത്തിലാണ് വന്നത്? കുട്ടികളൊക്കെ പരീക്ഷ എഴുതുന്നുണ്ടോ? ഇല്ല, പല സ്ഥലത്തും ഇപ്പോഴ് അല്ലല്ല, എന്റെ മക്കളൊക്കെ വലിയ മക്കളാണ്. ഈ പരീക്ഷയൊക്കെ അവര് കഴിഞ്ഞു, ഭാഗ്യം, രക്ഷപ്പെട്ടു. പല സ്ഥലത്തുനിന്നും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ കേരളത്തിലും ഉണ്ട്, കേരളത്തിലും ഇല്ലാതൊന്നുമില്ല. എല്ലായിടത്തും കേരളത്തിലും ഇതുപോലെയുള്ള പരീക്ഷ പേപ്പർ ചോരുന്ന സാഹചര്യം ഉണ്ടോ? വേറെ സ്റ്റേറ്റിൽ പോയാണല്ലോ പഠിക്കുന്നത്. ഡിഗ്രിക്ക് പണ്ട് ഡിഗ്രി പഠിക്കാനായിട്ട് വേറെ സ്റ്റേറ്റിൽ പോകുന്ന ഒരു പരിപാടി പണ്ട് ഇവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും ഡിഗ്രി പഠിക്കാനായിട്ട് പിള്ളേരെല്ലാം മറ്റ് സ്റ്റേറ്റുകളിലാണ്. ഇങ്ങനെയുള്ള യെസ്, ഏതായാലും വളരെ വ്യക്തമാണ്. ഉമേഷ് പാല നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇതിൽ ഖദീജ റിസ ഒരു പോയിന്റ് ഉന്നയിക്കുന്നുണ്ട്. അത് യൂട്യൂബിൽ ഇതിങ്ങനെ കൊടുത്തതുകൊണ്ട് പ്രശ്നമില്ല, യൂട്യൂബ് ഫ്രീ ആണ് എന്നാണ് ഖദീജ പറയുന്നത്. പക്ഷേ യൂട്യൂബ് ഫ്രീ ആണെങ്കിലും അത് വർദ്ധിക്കുമ്പോൾ, ആളുകളുടെ വ്യൂവർഷിപ്പ് വർദ്ധിക്കുമ്പോൾ അത് മോണിറ്റൈസ് ചെയ്യാം ഖദീജ, അതും എല്ലാവർക്കും അറിയാം. ഏതായാലും ഖദീജ ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കല്ല എന്നാണ് വിചാരിക്കുന്നത്. കൊള്ളാം. ഫാത്തിമ, എന്തുകൊണ്ട് നിങ്ങൾ മറ്റ് സ്ഥാപനങ്ങളുടെ പേര് പറയുക? എനിക്കൊരു ഭയമില്ല ഫാത്തിമ വിചാരിക്കുന്നത് എനിക്ക് ഏതോ സ്ഥാപനങ്ങളുടെ പേര് പറയാൻ ഭയമുണ്ടെന്നാണ്. പക്ഷേ നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന സാഹചര്യം വരുമ്പോൾ പേര് പറയേണ്ടി വരുന്നത് അത് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കേസൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറയുക. അല്ലെങ്കിൽ മാധ്യമം നടത്തിയ ഒരു വ്യക്തമായ അന്വേഷണത്തിൽ അതിൻ്റെ പങ്ക് വ്യക്തമാവുകയൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ആരുടെയും പേര് പറയാനൊന്നും ഒരു മടിയുമില്ല. ഒരു ട്യൂഷൻ സെൻറ്ററിൽ നിന്നോ ഒരു യൂട്യൂബറിൽ നിന്നോ ഒരു തരത്തിലുള്ള സേവനവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രവുമല്ല, ഒരു കോച്ചിങ്ങിനും പോകാതെയാണ് എൻ്റെ കുട്ടികളൊക്കെ ഇത് പരീക്ഷകൾ പാസ്സായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരം പേടിയും ഭയവും ഒന്നും എനിക്കില്ല. ഒരു ട്യൂഷൻ സെൻറ്ററിൻ്റെ പിന്തുണയും ആവശ്യമില്ല. അടുത്ത കോളർ നമുക്ക് ഉമേഷ്. ശ്രീ ഉമേഷ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ ഉമേഷിന് എന്ത് തോന്നുന്നു? ശ്രീ ഉമേഷ്, ഇതെന്താണ് ഇങ്ങനെ നമ്മുടെ കേരളത്തിലേക്കും ഇത് വരുന്നത് എന്നതിൻ്റെ സൂചനയാണോ? അതോ ഇത് ഭയക്കാനൊന്നുമില്ല, അതൊരു സാധാരണഗതിയിൽ ഒരു പ്രിഡിക്ഷനാണ് എന്നാണോ കണക്കാക്കേണ്ടത്? എന്റെ പോലെ ഇത് ഇന്നലെ തുടങ്ങിയൊന്നല്ല. ഇത്ര വർഷങ്ങളായിട്ട് ഇവിടെ ചോദ്യ പേപ്പർ ചോരുന്നുണ്ടെന്നറിയാം. അതിപ്പം നമ്മൾ ആക്രിക്കടയിൽ നിന്ന് വരെ ചോദ്യ പേപ്പർ കിട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു, 10-15 കൊല്ലം മുമ്പ്. അത് വാർത്തയായത് നമ്മളെല്ലാം വാർത്തയാക്കിയതാണ്. ഇത് ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. ഇത് ഇവിടെ മറ്റുള്ള സംസ്ഥാനത്ത് മാത്രമേ, ഇവിടെ പണ്ട് പോലെ ഇവിടെ ഉള്ളതാണ്. പിന്നെ നമ്മളത് പെട്ടെന്ന് മറന്നു പോകുന്നുള്ള ഒരു ഇതേ ഉള്ളൂ. കുറെ ആദ്യത്തെ ഒരു സംഭവം പഴയ സംഭവം മറന്നു പോകുന്നുള്ളൂ. ഇതിപ്പം എന്നാ വെച്ചാൽ അത് മുട്ടിന് പറഞ്ഞാൽ കൂണ് കളിക്കുന്ന പോലെ ട്യൂഷൻ സെന്റർ ഉണ്ടാകുന്നത്. ആ ട്യൂഷൻ സെന്റർ വഴിയാണ് ഇതിപ്പോ വന്നിരിക്കുന്നത്, യൂട്യൂബ് വഴി വന്നിരിക്കുന്നത്. ഇതിപ്പോ എന്നാന്ന് വെച്ചാൽ ഇതിന് ചുമ്മാ ഇവിടെ കേരളത്തിൽ എന്താ വെച്ചാൽ നമ്മളിപ്പോ കേന്ദ്ര സർക്കാർ ഇപ്പൊ ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ചാൽ എല്ലാം നമ്പർ 1 ആക്കി കൊടുത്തു. ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ എല്ലാം നമ്പർ 1 ആക്കി കൊടുത്തിരിക്കുക. അതിനെന്ന് വെച്ചാൽ അതൊരു അഡ്ജസ്റ്റ്മെന്റ്, അതൊരു കളിയാണ്, കേന്ദ്ര സർക്കാരിന്റെ കളിയാണ്. എല്ലാത്തിനും നമ്പർ 1 ആക്കിയിട്ട് കൊടുത്തേക്കുവാണെങ്കിൽ ഈ അഹംഭാവത്തിന്റെ പുറത്ത് നമ്മൾ കേരളം തീർക്കാനുള്ള പരിപാടിയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുക. എന്റെ അറിഞ്ഞിട്ടാണ് തരത്തിൽ എല്ലാത്തിനും നമ്പർ 1 ഇട്ട് കൊടുത്തിരിക്കുക. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ് എനിക്കൊരു തോന്നല്. കാരണം ഇത് പണി വരുന്നതാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ കാണുമ്പോൾ ഞെട്ടിപ്പോവാ. പക്ഷെ എല്ലാം നമ്പർ 1 ആരോഗ്യമുള്ള ഇവിടെ തന്നെ എത്ര വ്യാജ ഡോക്ടർമാരാണ് ചികിത്സയും കാര്യങ്ങളും. ഈ അടുത്ത കാലത്ത് നമ്മൾ എന്തെല്ലാം വരിക, എന്നിട്ടാണ് നമ്പർ 1 ആയിട്ട് കൊടുത്തിരിക്കുക. അതിപ്പം മനഃപൂർവ്വം എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നമുക്കിട്ട് തരുന്ന ഒരു പണിയായി നമ്പർ 1 എല്ലാത്തിനും നമ്പർ 1 കൊടുക്കുന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ ഇത് ഇനി തുറന്നോണ്ടിരിക്കും, ഇന്നോ നാളെ കൊണ്ടൊന്നും ഇത് തീരുകയാണ്, ഇത് തുറന്നുകൊണ്ടേയിരിക്കും. യെസ്, വളരെ വ്യക്തമാണ്. നമുക്കൊപ്പം സുജിത്ത് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുജിത്ത്, ഇത് യൂട്യൂബിലും നമുക്ക് നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട്. ഞാൻ സുജിത്തിലേക്ക് വരാം. DV എഡിറ്റ്സ് പറയുന്നു പാറ്റേൺ മാറിയപ്പോഴാണ് പാറ്റേൺ തന്നെയാണ് അവർ തന്നത് എന്ന് പറയുന്നു. അതേസമയം അർജുമോൻ പറയുന്നു സ്കൂളിൽ സൂപ്പർ ഫാസ്റ്റ് ആണ് എന്ന് പറയുന്നു. സ്കൂളിലും നല്ല പഠനം തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബഹുഭൂരിപക്ഷം അധ്യാപകരും നല്ല രീതിയിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പൊതുവെ പുറത്തു വരുന്നത്. പണ്ടൊക്കെ സ്കൂളിൽ സമരവും മറ്റു കാര്യങ്ങളുമായി പഠനം വല്ലാതെ ബാധിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോഴതൊക്കെ സാഹചര്യം മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ലിയോ ഗുറിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതിൽ നടത്തിയിട്ടുണ്ട്. ലിയോ ഗുറിൽ പക്ഷേ എന്താണ് പറയുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. സ്റ്റോറി FM PSC എക്സാമിൻ്റെ കൂടി
തീരുമാനിക്കണം എന്ന് പറയുന്നു. PSC എക്സാമുകളും ഇതുപോലെ ചോദ്യപേപ്പർ ചോരുന്ന സാഹചര്യം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അത് പലയിടത്തും ഈ ജോലിക്കായി ഇത്തരം ചോദ്യപേപ്പറുകൾ ചോർത്തുന്ന സാഹചര്യം ഉണ്ട്. അതൊക്കെ ഈ സർക്കാരിൻ്റെ ഈ അന്വേഷണത്തിൽ പുറത്തു വരും എന്നാണ് നമ്മളും വിചാരിക്കുന്നത്. സുജിത്ത് പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഇതിൽ ഒരു സന്ധ്യ എന്നൊരു ഒരു പ്രേക്ഷക കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. മക്കൾ കോപ്പി അടിച്ചോ ഇല്ലയോ എന്ന് കണ്ടോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ചില കാര്യങ്ങൾ അങ്ങനെ കാണേണ്ട കാര്യമില്ല, അത് കാണാത്തതും ഉറച്ച് വിശ്വസിക്കാനാകും. കാരണം വീട്ടിൽ നിന്ന് ഞങ്ങൾ പഠിപ്പിച്ചു വിട്ടത് കോപ്പി അടിക്കാതെ ജയിക്കാൻ കഴിയുമെങ്കിൽ ജയിച്ചാൽ മതി എന്നാണ്. ജയിക്കാൻ വേണ്ടി കോപ്പി അടിക്കണമെങ്കിൽ തോൽക്കുന്നതാണ് ഉത്തമം എന്ന് പഠിപ്പിച്ചു വിട്ടതാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ല എന്ന ഉത്തമ വിശ്വാസം ഉണ്ട്. അങ്ങനെ ധൈര്യത്തോടെ ഏതൊരു വലിയ മാധ്യമത്തിന് മുന്നിൽ നിന്നും പറയാനുള്ള ആർജവം എനിക്കുണ്ട്. അതുകൊണ്ട് സന്ധ്യയ്ക്ക് അതിലൊന്നും സംശയം വേണ്ട. സുജിത്ത് പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സുജിത്ത്, സുജിത്തിന് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ പരമ്പര ആരംഭിക്കുകയാണോ, അതോ ഇത് നമ്മൾ ഭയക്കുന്നത്ര വലിയ വിഷയമല്ലേ എന്നാണോ? ഇത് നമ്മൾ ഭയപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം യൂട്യൂബ് ചാനലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. കാരണം കുട്ടികൾ യൂട്യൂബിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് പരീക്ഷ നേരിടുന്നത്. ഇപ്പോ ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള 3 മാസം കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇവർക്ക് ഒരു പ്രതീക്ഷയുണ്ട്, എക്സാമിന്റെ തലേ ദിവസം ഇതേപോലെ യൂട്യൂബിൽ നിന്ന് ചോദ്യവും ആൻസറും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയില് അവര് പഠിക്കാതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ അധ്യാപകരോട് മോശം പെരുമാറി അധ്യാപകർക്ക് തീരെ വിലയില്ലാത്ത രീതിയിൽ പെരുമാറുന്നു. കാരണം ഇത്തരം യൂട്യൂബ് ചാനലിലൊന്നും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം ആൻസറുകളും ചോദ്യങ്ങളും കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ സാംസ്കാരികമായി തന്നെ തകർക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സർക്കാർ ഇതിനെതിരെ കർശനമായ നടപടി എടുക്കുകയാണ് വേണ്ടത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. താങ്കളുടെ അതേ അഭിപ്രായം ദേവിക എന്നൊരു പ്രേക്ഷക കൂടി യൂട്യൂബിൽ പങ്കുവയ്ക്കുന്നു. ഇറ്റ് ഇസ് ദ മിസ്റ്റേക്ക് ഓഫ് ദ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഓൺലൈൻ ഫോൾട്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. സന്ധ്യ വീണ്ടും ആരോപണങ്ങളുമായി വരുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മളും പഠിച്ചത് എന്നാണ്, അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. സന്ധ്യയ്ക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. അങ്ങനെയാണ് നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കുകയും വേണ്ടത്. ഈ തോൽക്കാൻ നമ്മൾ അവരെ തോൽക്കാൻ അതൊരു വലിയ തെറ്റായൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. കള്ളത്തരത്തിലൂടെ ജയിക്കുന്നതിനേക്കാൾ എത്രയോ മഹനീയമാണ് ശരിയായി മത്സരിച്ച് തോൽക്കുന്നത്. അതിൽ ഒരു തെറ്റുമില്ല. ഒരു പക്ഷേ നമുക്ക് കഴിവുള്ള വിദ്യാർത്ഥികളോടൊപ്പം എത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാം. അതിന് കുറുക്കുവഴി തിരഞ്ഞെടുക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. സന്ധ്യയോടൊപ്പം ഞാനും ആ അഭിപ്രായം തന്നെ പങ്കുവയ്ക്കുന്നു. നവാസ് AK പറയുന്നു, ഇതെല്ലാം ഒരു എന്താ വേറെ ആരെയും പറയാത്തതെന്ന്. ഇത് പലതവണയായി ഞാൻ പറയുന്നു, ഞാനിതാരുടെയും പേരുകൾ വിളിച്ചു പറയുകയില്ല, നിങ്ങളാണ് ഈ പേരുകൾ എല്ലാം വിളിച്ചു പറയുന്നത്. എനിക്ക് ഈ പോലീസും അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരും നൽകുന്ന വിവരങ്ങളെ തൽക്കാലം ഇത് സംബന്ധിച്ചുള്ളൂ. കൂടുതൽ അന്വേഷിച്ച ആരുടെയെങ്കിലും ഇതുപോലുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കുന്നതിലും എനിക്ക് യാതൊരു ഭയവുമില്ല. ഞാനത് ഒരു തവണ വ്യക്തമാക്കിയതാണ്. ബിബിൻ ശാസ്താംകോട്ടയിൽ നിന്നാണ് ചേരുന്നത് അല്ലേ? അതെ അതെ അതെ. ശ്രീ ബിബിൻ, ഇത് പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോരുന്നു എന്നത് ഒരുപക്ഷെ ഇത് ചോർന്നതായിരിക്കില്ല എന്ന് നിരവധി ആളുകൾ പറയുന്നു. ഇത് ഒരു പാറ്റേൺ പറഞ്ഞതായിരിക്കാം എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ മുന്നിൽ സർവകലാശാലകളിൽ ഇത് സംഭവിച്ചതിൻ്റെ ഈ അലംഭാവം സംഭവിച്ചതിൻ്റെ വിവരങ്ങളുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയാണ് ചോദ്യപേപ്പർ ചോർന്നുവെന്ന് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കണം? പണ്ടെന്ന് പറയുന്നത് നമ്മള് ഒരു വിദ്യാഭ്യാസ കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് എന്താണ്, നമ്മളെല്ലാരും ഇപ്പം ട്യൂഷനൊക്കെ പോയി പഠിച്ച് സ്കൂളിൽ പോയി അവിടെയും ഉള്ളത് പോയി പഠിച്ച് അങ്ങനെ പരീക്ഷ എഴുതുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കോവിഡ് വന്നതിന് ശേഷം എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതിനു ശേഷം തൊട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്തത്. കാരണം പല കുട്ടികളും ട്യൂഷന് പോകണ്ട, അല്ലെങ്കിൽ ഹോം ട്യൂഷന് പോകണ്ട, സ്കൂളിൽ പോകണ്ട, അവരെല്ലാം ഈ യൂട്യൂബ് ചാനലുകളെല്ലാം കണ്ടാൽ മതി. നിരവധി യൂട്യൂബ് ചാനലുകളാണ് നമ്മൾ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്നത്. MS സൊല്യൂഷൻസ്, സൈലം, എഡ്യൂ സ്പോട്ട്, എക്സാം വിന്നർ, അങ്ങനെ നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്.
ഇവരെല്ലാം ചെയ്യുന്നത് എന്താണ്, ഒരു തരത്തിലൊരു ദ്രോഹമാണ് കുട്ടികളോട് ചെയ്യുന്നത്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരും പുസ്തകങ്ങളൊന്നും വായിച്ചു പഠിക്കുന്ന പോലുമില്ല, ആരും പുസ്തകങ്ങൾ തുറക്കുന്ന പോലുമില്ല. പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, വായിച്ച് തന്നെ എന്ത് ചെയ്യുക, വളരുക എന്ന് തന്നെ പറയുന്ന ഒരു കാലഘട്ടം നമുക്ക് ഇപ്പോൾ കാണാനേ കഴിയുന്നില്ല. എല്ലാവരും സ്കൂള് വിട്ടു കഴിഞ്ഞാൽ നേരെ ഇതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാണ് കൂടുതലും അവരെ ആശ്രയിക്കുന്നത്. സ്കൂളിലെ ടീച്ചർമാര് പോലും പറയുന്നത് അവര് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അല്ലേ? ഏതായാലും പക്ഷേ അപ്പോൾ കുട്ടികളെ കൂടുതൽ യൂട്യൂബുകൾ ആകർഷിക്കുമ്പോൾ അവരെ അതിനപ്പുറത്തേക്ക് ആകർഷണീയമാക്കാനുള്ള ഒരു വലിയ വെല്ലുവിളി കൂടി അധ്യാപകർ ഏറ്റെടുക്കണം എന്നതാണ്. ഈ സലാഹിന് ഇതെന്താണ് പറ്റിയത് എന്നറിയില്ല. ഇദ്ദേഹം തുടരെ അയക്കുന്നു, ഞാൻ ചെറിയ ചാനലുകളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, വൻകിട ചാനലുകളെ പറ്റി, പ്ലാറ്റ്ഫോമുകളെ ഒന്നും പറ്റി പറയുന്നില്ല. ഞാനിത് പലതവണ അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകിക്കഴിഞ്ഞു. എനിക്ക് ഒരു ചാനലിൻ്റെയും പേര് പറയാൻ ഒരു മടിയുമില്ല. ഏത് ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് വന്നാൽ അവരുടെ പേരുകളൊക്കെ ആ സമയത്ത് വളരെ കൃത്യമായി പറയും. ഏതായാലും ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ആ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. ദേവിക എന്നൊരു പ്രേക്ഷക യൂട്യൂബിൽ നമുക്കൊപ്പം ചേരുന്നത്. ദേവിക പറയുന്നത് സ്കൂളിൽ നന്നായി പഠിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഏതാണ് ദേവികയുടെ സ്കൂൾ എന്ന് എനിക്കറിയില്ല. പക്ഷേ ക്രിസ്മസിന് വരേണ്ട പല അധ്യായങ്ങളും പഠിപ്പിച്ചില്ല എന്ന് ദേവിക പറയുന്നു. ഓൺലൈൻ ട്യൂഷൻ ഉള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രതികരണങ്ങൾ കൂടി ഉണ്ട്. ബുക്കിലെ സിലബസ് ആണ് അതും എന്ന് മറ്റൊരു പ്രേക്ഷക അപർണ പറയുന്നു. അപ്പോൾ നിരവധി ആളുകൾ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വിഷയം തന്നെ ഇത്രയും ആളുകളെ സ്വാധീനിക്കുന്നു എന്നതാണ് പറയുന്നത്. ഒരു യൂട്യൂബ് ചാനൽ മാത്രം ആശ്രയിച്ച് പഠിക്കുന്ന കുട്ടികൾ ഇതൊക്കെ നിർത്തിയാൽ പിന്നെ എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്? ഗവൺമെൻറ് സ്കൂളിൽ നല്ല കോച്ചിങ് ഉണ്ടെങ്കിൽ ഒരു കുട്ടിയും ഇവരെ ഫോളോ ചെയ്യില്ല എന്നാണ് മാജിക് സ്കൈ പറയുന്നത്. സ്കൂൾ ടീച്ചേഴ്സിന് പഠിപ്പിക്കുന്നതിനേക്കാൾ നന്നായി ട്യൂഷൻ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു എന്ന് പറയുന്നു റസീന അനിക്കാട്ടിൽ. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അബ്രഹാം എയ്സ് പറയുന്നു ഇത് ഫ്രേസൽ വെർബ്സ് ആണെന്ന്. മിഡിൽ ക്ലാസ് ബോയ്സ് പറയുന്നു അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ പേര് മാത്രം എന്തിന് നിങ്ങൾ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും അത് വന്ന സാഹചര്യത്തിൽ അത്തരം ഒരു പ്രതികരണം വന്നു എന്നേ ഉള്ളൂ. ഞാനത് വ്യക്തമാക്കിയതാണ്. പല പേരുകളും ആളുകൾ പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ചൊക്കെ പരാതി ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് നിങ്ങൾ അത് കൃത്യമായി അത് രേഖപ്പെടുത്തുക. അതിന് നടപടികൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും വരും. അതിൽ ആർക്കും ഒന്നും സംശയിക്കേണ്ടതില്ല. ശ്രീകുമാർ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീകുമാറിന് എന്ത് തോന്നുന്നു? ഇത് വിശദമായി ന്യൂസ് 18 ഇത് ഈ ചോദ്യ പേപ്പർ ചോർച്ച കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നടക്കുന്നതാണ്. 7 വർഷം കൊണ്ടാണ് നടക്കുന്നതാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതിനകത്ത് ഭരിക്കുന്ന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ഇങ്ങനെയുള്ള അക്രമങ്ങളും നിയമവിരുദ്ധ പരിപാടികളും ചെയ്യുന്നവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്, അവർക്കെതിരെ ആക്ഷൻ എടുക്കില്ലെന്നുള്ളത്. ഇതിൽ പെട്ടുപോകുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്. ഈ ജനങ്ങൾക്ക് ഒത്തൊരുമയില്ല, അതുകൊണ്ട് ജനങ്ങൾ പെട്ടുപോവാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് നിങ്ങളെപ്പോലുള്ള മീഡിയക്കാര് 2-3 ദിവസം മീഡിയയിൽ പറയും, അത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു അന്വേഷണമില്ല, ഒരു കുന്തമില്ല, ഒന്നുമില്ല. ജനങ്ങളെ കളിപ്പിക്കുന്ന പരിപാടിയാണിത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ആ വാർത്ത വരുമ്പോൾ ആ വാർത്ത കൊടുക്കുക എന്നല്ലാണ്ട് എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ ഉത്തരവാദിത്വം നമ്മൾ ഒരേ വാർത്ത തന്നെ ഇന്ന് നൽകിയ അതേ വാർത്ത തന്നെ നാളെയും മറ്റന്നാളും കൊടുത്താൽ ആക്ഷൻ എടുക്കണ്ടേ? ആ ഭരണകർത്താക്കൾ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാതിരിക്കുമ്പോൾ അതിന് എത്രയോ റിമൈൻഡറുകൾ നമ്മൾ ചെയ്യുന്നു. പക്ഷെ ഒരേ വാർത്ത തന്നെ എല്ലാ ദിവസവും കൊടുത്തോണ്ടിരുന്നാൽ ആരും കാണില്ലല്ലോ. മനസ്സിലായി, ഒരു ഫോളോ അപ്പ് ഉണ്ടാകണമെന്നാണ് ഉദ്ദേശിച്ചത്. എനിക്കത് മനസ്സിലായി. അതാണ് അതിന്റെ കാര്യം. യെസ്. പിന്നെ വേറെ കാര്യമുണ്ട് ആക്ഷൻ. പിന്നെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ ഇങ്ങനെ നിയമവിരുദ്ധ പരിപാടികൾ ചെയ്യുന്നവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്, അവർക്കെതിരെ ആക്ഷൻ എടുക്കത്തില്ലെന്നുള്ളത്. അല്ലെങ്കിൽ എത്രയോ കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കേരളം അടക്കമുള്ള അതാണ് ശ്രീകുമാർ എന്നെ സംബന്ധിച്ച്. ഞാൻ ഈ കഴിഞ്ഞ കാലത്ത് ഇപ്പം നീറ്റ് പരീക്ഷ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നല്ലോ. 30-50 ലക്ഷം വരെ ആയിരുന്നല്ലോ ചോദ്യപേപ്പറിൻ്റെ വില. ഞാൻ അതിൻ്റെ കേസൊന്ന് എടുത്തു നോക്കി. അപ്പോൾ 407 IPC
408, 409 ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഏറി വന്നാൽ ഒരു 7 വർഷം തടവ് കിട്ടാനുള്ള ഒരു ശിക്ഷ മാത്രമേ മാക്സിമം ഇതിലുള്ളൂ. പക്ഷേ അപ്പോൾ 7 വർഷം. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോയാൽ ഇതൊന്നും വലിയ പിടിക്കപ്പെട്ടാൽ വലിയ വിഷയമല്ല എന്ന തരത്തിലേക്ക് കൂടി ചിന്തിക്കുന്നുണ്ടോ എന്നറിയില്ല. കാരണം ഇങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ വിറ്റാൽ എത്ര കോടി രൂപ കിട്ടും? 50 ലക്ഷം വെച്ച്. ഇതിനകത്ത് വേറെ കാര്യം മെയിനായിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഇന്ന് ഒറിജിനൽ പല ആൾക്കാരുടെയും കയ്യിൽ കള്ളപ്പണം ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് ആ കള്ളപ്പണം കൊടുത്ത് ഇങ്ങനെയുള്ള അതിക്രമങ്ങളും നിയമവിരുദ്ധ പരിപാടികളും ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് മൂലം ഭരിക്കുന്ന ഭരണകർത്താക്കൾ അവരുടെ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള പൈസ അവർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അതിന് ആക്ഷൻ എടുക്കാത്തത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും യൂട്യൂബിൽ നിരവധി കമൻറ്റുകൾ വരുന്നു. അതിൽ എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു കമൻറ്റ് ശ്രീഹരിയുടെ കമൻ്റാണ് കേട്ടോ. ബൈനറ്റിനേക്കാൾ ഞാൻ ഭയക്കുന്നത് പത്രങ്ങളെയാണ് എന്ന് ശ്രീഹരി പറയുന്നത്. ഇപ്പോൾ തനിക്ക് താല്പര്യമില്ലാത്തൊരു വാർത്ത പുറത്തു വന്നപ്പോൾ ബൈനറ്റിനേക്കാൾ അതിനെ ഭയമാണെന്ന് പറയുന്ന ശ്രീഹരി ഒന്നോർക്കണം, ഇന്ത്യയിലെ പത്രങ്ങൾ ആരംഭിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ നിന്നാണ്. ഇവിടുത്തെ അവകാശങ്ങളെല്ലാം ജനങ്ങൾ വായിച്ചറിഞ്ഞതും മനസ്സിലാക്കിയതും പത്രങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ശ്രീഹരി ഭയക്കാനുള്ളത് ബൈനറ്റുകളല്ല, ആ ബൈനറ്റുകളെക്കാൾ മൂർച്ചയേറിയത് ഈ നമ്മുടെ തൂലികകൾ തന്നെയാണ്. പെൻ ഈസ് മൈറ്റർ ദാൻ ദ സോഡ് എന്ന വാക്ക് എത്രയോ മുമ്പ് ഈ ലോകം ഏറ്റെടുത്തതാണ്. പക്ഷേ അത് തിന്മ ചെയ്യാനല്ല, മറിച്ച് നന്മ ചെയ്യാനാണ്. അപ്പോൾ ആ വാളുകളെക്കാൾ നിങ്ങൾ പേനകളെ ഭയക്കേണ്ടി വരും. കാരണം നിങ്ങളുടെ പ്രവൃത്തി അത് എങ്ങനെയാണ് എന്നതനുസരിച്ചിരിക്കും. പ്രവൃത്തി നല്ലതാണെങ്കിൽ ആ ആയുധം നിങ്ങൾക്കൊപ്പം നിൽക്കും. അതേസമയം അത് വിരുദ്ധമാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കെതിരായും വരും. അതുകൊണ്ട് ബൈനറ്റുകളേക്കാൾ ഭയക്കാതിരിക്കാൻ സ്വന്തം നിലപാടുകൾ മാറ്റുക എന്നതാണ് ഏറ്റവും ശരിയായ രീതി. ടീന പറയുന്നു, എന്താണ് ശൈലത്തെ തൊടാൻ ധൈര്യമില്ലെന്ന്. എനിക്ക് ആരെങ്കിലും തൊടാൻ ധൈര്യമോ പേടിയോ ഒന്നും ടീന ഇല്ല. അവർക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സംബന്ധിച്ച് തെളിവുകൾ കൊണ്ടുകൊടുത്ത് കേസ് വരട്ടെ. അപ്പോൾ നമുക്കത് വ്യക്തമായി അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മൾ കൊടുക്കും. ഈ രാജ്യത്ത് ഇതിനേക്കാളൊക്കെ വലിയ ഭീമന്മാർക്കെതിരെ വാർത്ത കൊടുത്തിട്ടില്ലേ? വിജയ് മല്യയ്ക്കെതിരെ വാർത്ത കൊടുത്തിട്ടില്ലേ? അപ്പോൾ സ്വാഭാവികമായും അതിനേക്കാളൊക്കെ വലിയ വാർത്തകൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ വമ്പൻ കോള കമ്പനികൾക്കെതിരെ വാർത്തകൾ കൊടുത്തിട്ടില്ല. അപ്പോൾ മാഗിക്കെതിരെ വാർത്തകൾ വന്നിട്ടില്ല. അപ്പോൾ വാർത്തകൾ അങ്ങനെ ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയാത്തത്ര തരത്തിലേക്ക് തന്നെ പോയി കഴിഞ്ഞു. അപ്പോൾ ആരും അങ്ങനെ ഇനി ഈ ഒരു ന്യായീകരണം കൊണ്ടുവച്ച് അവനെ ഒന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് എന്നെ വിട്ടേക്കൂ എന്ന് പറയുന്ന രീതി ശരിയല്ല. ഞാനിത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. സുകുമാരക്കുറുപ്പിനെ പിടിച്ചില്ലല്ലോ എന്ന് കരുതി ഇപ്പോൾ ചെയ്യുന്ന കൊലയാളികളെയും നമുക്കങ്ങ് വെറുതെ വിടാം എന്ന് കരുതാനാകില്ല. പക്ഷേ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഒരു കുറ്റക്കാരാണെന്നുള്ള അന്തിമ തീരുമാനത്തിലേക്കൊന്നും ഞാൻ എത്തുന്നില്ല. സ്വാഭാവികമായും അത് സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണം വരേണ്ടതാണ്. അത് വന്ന് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം. അതിൽ അവരിത് സഹകരിക്കും എന്നവർ പറഞ്ഞത് വളരെയധികം അങ്ങേയറ്റം ഞാനും അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഇപ്പോൾ അവരതിനെ പ്രതികരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുന്നു, എന്തിനാണ് അവരെ മാത്രം സ്ക്രീനിൽ കാണിക്കുന്നത്? മിഡിൽ ക്ലാസർ ബോയോട് എനിക്ക് പറയാനുള്ളത് അവരെ മാത്രം കാണിക്കുകയല്ല, അവരതിൽ പ്രതികരിച്ചപ്പം അത് വാർത്തയായി. മറ്റൊരാൾ പ്രതികരിച്ചാൽ അതും വാർത്തയാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ മിഡിൽ ക്ലാസ് ബോയ്ക്ക് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മിഡിൽ ക്ലാസ് ബോയ് വിചാരിക്കുന്ന തരത്തിലല്ല അത് വരുന്നത്. ജമീല സത്താർ MS-ന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ MS-നെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് വായിക്കുന്നത്. കാരണം അവരെ പിന്തുണയ്ക്കുന്നവരെല്ലാം യൂട്യൂബിൽ വരുന്നുണ്ട്, നമുക്ക് പ്രതികരിക്കുന്നുണ്ട്. ജോയ്സൺ ജോസഫ് MS-നെ പിന്തുണയ്ക്കുന്നുണ്ട്. സന്യ ബാസിത്ത് പറയുന്നു ഐ കാൺ മൂവ് ബാക്ക് ഫ്രം MS എന്ന് പറയുന്നു. ഏതായാലും നിരവധി ആളുകൾ അവരെ പിന്തുണച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അവരുടെ ഭാഗത്ത് ശരിയുണ്ടായിരിക്കാം. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി വരികയും കാലം അത് തെളിയിക്കുകയും ചെയ്യും. ശ്രീഹരി MS ഫാനാണെന്നാണ് പറയുന്നത്. അതിലൊന്നും എനിക്ക് വിരോധമില്ല. നിങ്ങൾക്ക് അവർ തെറ്റു ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല. അതേസമയം നിയമ നടപടി വേണം എന്ന് പറയുന്നു DV എഡിറ്റ്സ്. കാരണം നമ്മുടെ ഭാവിയാണ് തുലയുന്നത്. റീടെസ്റ്റ് വേണം എന്നാണ് DV എഡിറ്റ്സിൻ്റെ അഭിപ്രായം. നിരവധി ആളുകൾ ഇങ്ങനെ പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വേഗത അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അനിൽകുമാറാണോ ഇപ്പോൾ നമുക്കൊപ്പം നിൽക്കുന്നത്? ശ്രീ അനിൽകുമാർ, ക്ഷമിക്കണം. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇങ്ങനെ ആളുകളുടെ പ്രതികരണം തുടരെ വരികയും അവർ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ ശ്രീ അനിൽകുമാറിന് ഒരു അല്പം കാത്തു നിൽക്കേണ്ടി വന്നു. ക്ഷമിക്കണം. ശ്രീ അനിൽകുമാർ, എന്ത് തോന്നുന്നു? താങ്കൾ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരാളാണോ? വിദ്യാഭ്യാസ മേഖലയിൽ ഹലോ, പറയൂ കേൾക്കുന്നു.
അതായത് ഈ ട്യൂട്ടോറിയൽ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ ട്യൂട്ടോറിയൽ അതായത് ഈ ട്യൂട്ടോറിയൽ കോളേജുകൾ, അതെ, പഴയ കാലത്തെ ട്യൂട്ടോറിയൽ കോളേജുകൾ സർക്കാർ സീറ്റുകൾ നിഷേധിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിനാവശ്യമായ കുട്ടികളെ ഉൾക്കൊള്ളാൻ സാഹചര്യമില്ലാതിരുന്നപ്പോൾ ഒരു കാലത്ത് ആളുകളുടെ ആശ്രയമായിരുന്ന ട്യൂട്ടോറിയലുകൾ. യെസ്, എനിക്ക് തോന്നുന്നത് അനിൽകുമാറിന് ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അനിൽകുമാറിലെ TV-യുടെ വോളിയമാണ്. ഏതായാലും ഞാൻ അനിൽകുമാറിലേക്ക് മടങ്ങി വരാം. ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ശശിധരനും കുറച്ചു നേരം ഇന്ന് കാത്തിരിക്കേണ്ടി വന്നു, കാരണം യൂട്യൂബിൽ ഒട്ടനവധി പ്രതികരണങ്ങൾ വന്നതുകൊണ്ടാണ്. ശ്രീ ശശിധരൻ, താങ്കൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായതുകൊണ്ടും പിന്നെ കുറച്ചു നേരം താങ്കൾ നമ്മളോടൊപ്പം ഇരിക്കുമെന്നൊക്കെയുള്ള ഒരു ഉത്തമ വിശ്വാസം കൊണ്ടുമാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്. ഏതായാലും എന്ത് തോന്നുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ? നമസ്കാരം മനു. നമസ്കാരം. ഞാനിത് വിചാരിച്ചത് ഇത് കിരൺ വേദിയായിട്ട് മാറിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അല്ല, കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസവും അദ്ദേഹം മാത്രമേ കാണാറുള്ളായിരുന്നു, അതുകൊണ്ടാണ്. അത് ശരി. കുറെ ദിവസമായി. കുറച്ച് ദിവസം വിജയത്തിലേക്ക് വരാം. താങ്കൾ ഇന്ന് എന്റെ പുലിവാല് പിടിച്ച പോലെ ആയല്ലോ. പുലിവാല് പിടിക്കുമ്പോൾ എന്റെ 16 മിനിറ്റാണ് ഇപ്പൊ പോയിരിക്കണം. 16 മിനിറ്റ്. അത് ശരി. ഞാൻ വെയിറ്റ് ചെയ്ത് ഏതായാലും കിട്ടിയിട്ടേ ഉള്ളത്. കാരണം മനുവിനോട് സംസാരിച്ചിട്ട് ഇപ്പൊ ഒരുപാട് ദിവസങ്ങളായില്ലേ. അത് നന്നായി. അത് ഒരു ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും ഇത് പെട്ടെന്ന് വായിച്ചു തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ 16 മിനിറ്റായ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഒരു ആത്മബന്ധം നമ്മൾ തമ്മിൽ അങ്ങനെ ഉണ്ടല്ലോ. അതെ അതെ. ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ പറയുമ്പോൾ ഇതൊരു ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ പൂർണ്ണ പരാജയമായിട്ട് എന്നെ പോലെ ഉള്ള ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മുടെയൊക്കെ കുട്ടികൾ പഠിച്ചു വളർന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസം ചെയ്ത് അല്ലാണ്ട് ഒരു 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 ഇത് വളഞ്ഞ വഴിയും സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഇന്നിപ്പം എല്ലാം പണമുണ്ട് എന്ത് നേടാം എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തി ഈ കാര്യങ്ങളൊക്കെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചു. ദുരന്തമാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു ദുരന്തമാണത്. അത് ഭരിക്കുന്ന സർക്കാരുകൾ കേന്ദ്രമായാലും സംസ്ഥാനമായാലും അത് കാര്യഗൗരവത്തിലെടുക്കുകയും ഇത് വെല്ലൽ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് ബന്ധപ്പെട്ട് മനുവിനെ കുറ്റപ്പെടുത്തി പറഞ്ഞവരെയുള്ള ഞാൻ മനസ്സിലാക്കണതിനോട് എന്തോ ബന്ധമുള്ള ആളുകളായിരിക്കണം പലരും വിളിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായ അതിനൊക്കെ ഒരു പുറകിൽ ഒരു താല്പര്യമുണ്ടാവും. ചിലപ്പോൾ അവർ പറയുന്നതിന് ഞാൻ തള്ളിക്കളയുന്നില്ല കേട്ടോ ശ്രീ ശശിധരൻ. ചിലപ്പോൾ ഈ യൂട്യൂബ് ചാനൽ നിരപരാധികളായിരിക്കാം, നമുക്കറിയില്ല. അതൊരു അന്വേഷണത്തിലൂടെ വരട്ടെ, അന്വേഷണവുമായി സഹകരിക്കാമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീ ശശിധരൻ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ശ്രീജ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഒപ്പം ചേരുന്നു. അതിനോടൊപ്പം ഞാനൊരു പ്രേക്ഷക നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നതാണ്. നന്ദന പറയുന്നു, എൻ്റെ പൊന്നങ്കിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ്. അതുകൊണ്ട് നമുക്ക് ആശ്രയം ഇങ്ങനെയുള്ള ചാനലുകളാണ്. അവരൊക്കെ പ്രീവിയസ് ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നതാണ്. അത് നന്ദന ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് അവിടുത്തെ അധ്യാപകർക്ക് നേരെയുള്ള ശക്തമായ ഒരു വിമർശനമാണ്. കാരണം വിദ്യാർത്ഥികളെ ചേർത്തു പിടിക്കാനും അവരോട് സംവദിക്കാനും കഴിയാത്തടത്ത് അധ്യാപനം അവസാനിക്കുന്നു. സ്വാഭാവികമായും അതിനുള്ള ശ്രമങ്ങൾ നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദനയുടെ പരിവേദനം അത് വളരെ വളരെ പ്രസക്തമാണ്. ഇനി നമുക്കൊപ്പം ശ്രീജ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട ആളാണോ? ആണ് സർ. അതെ. അധ്യാപികയാണോ? അതെ സർ. അധ്യാപകരെ പറ്റി ചില വിദ്യാർത്ഥികൾ പരാതി യൂട്യൂബിൽ എഴുതുന്നു, കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ്. അതെ ഇല്ല സാർ, ഞാൻ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നയാളാണ്, അല്ലാതെ സ്കൂളിൽ പോയി പഠിക്കുന്നത്. സാർ ഞാൻ പറയുന്നത് ആ കുട്ടി പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം സാറേ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഈ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകര് ക്ലാസ് റൂം ടീച്ചിങ് ഫലപ്രദമാണെങ്കിൽ ഒരു കുട്ടിയും സാറേ യൂട്യൂബ് ചാനൽ കാണാൻ വേണ്ടി പോകില്ല. എന്റെ ക്ലാസ് റൂമിന് സാറേ ഒരു വഴിപാട് പോലെയാണ് അധ്യാപകര് പഠിപ്പിച്ചു വിടുന്നത്. 90 അല്ല സാറേ, ഭൂരിഭാഗം സ്കൂളുകളുടെയും വിദ്യാലയങ്ങളിലെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. എല്ലാം ഇല്ല സാറേ, അത് മെച്ചപ്പെടുന്നു പറയുമെങ്കിലും സാർ പകുതിയിലധികം അധ്യാപകരും ക്ലാസ് റൂമിനകത്ത് ഉഴക്കുന്ന അധ്യാപകരുണ്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ട് സാർ, അത് ഇല്ലാന്നല്ല ഉണ്ട്. കാരണം പക്ഷെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരും ഉണ്ട്.
എല്ലാത്തിലും നമ്മൾ പറയൂലേ, എല്ലാത്തിലും നല്ലവരും ഗുണവും ദോഷവും ഉണ്ടെന്ന് പറയുന്ന പോലെ വളരെ ഫലപ്രദമായിട്ട് തങ്ങളുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ തങ്ങളുടെ മക്കളാണെന്ന് കരുതി പഠിപ്പിക്കുന്ന അധ്യാപകരും ഉണ്ട്. പക്ഷെ അവിടെ ചില പുഴുക്കുത്തുകളും ഉണ്ട്. എന്നുവെച്ചാൽ ഒരു വഴിപാട് പോലെ വന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി 45 മിനിറ്റ് എങ്ങനെയെങ്കിലും കളഞ്ഞിട്ട് ഇറങ്ങി പോവാം എന്ന് ധരിക്കുന്ന ഈ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങൾക്കും വേണ്ടി മാത്രം വരുന്ന ഒരു പറ്റം അധ്യാപകർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആ കുഞ്ഞ് പറഞ്ഞ 100% ശരിയാണ്. ഗോകുൽ എന്നൊരു പ്രേക്ഷകൻ യൂട്യൂബിൽ ശ്രീജയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നുണ്ട് കേട്ടോ. താങ്കൾ പറഞ്ഞ 100% ശരിയാണെന്ന് ഇറ്റ് ഈസ് ഗോകുൽ പറയുന്നു. ഞാൻ ഇതിന്റെ ഇടയിൽ പറഞ്ഞതേ അപ്പൊ തുടരാം. ഇല്ല സാറേ, ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് ഏകദേശം കുറെ കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് സങ്കടം തോന്നിപ്പോകും ചില കുട്ടികളുടെ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കും. സാർ പിന്നീട് ചെയ്യുന്നത് ഈ നമ്മുടെ ഇന്നത്തെ ഈ അധ്യാപകർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനായിട്ട് മടിച്ചിട്ട്, എന്നുവെച്ചാൽ പുസ്തകങ്ങൾ വായിച്ച് എങ്കിൽ മാത്രമേ അതിന് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. നേരെ അങ്ങ് കുറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യന്റെ ഒരു തനി ആവർത്തനമാണ് സാർ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകളും. അപ്പൊ ഈ യൂട്യൂബ് ചാനലില് എന്തായാലും സാറേ അത് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾ വഴിയല്ലാതെ ഇവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടില്ല. അപ്പൊ ഇത് ഈ ക്ലാസ് റൂമിനകത്ത് പഠിപ്പിക്കാതെ ട്യൂട്ടോറിയൽ കോളേജിൽ പോയിട്ട് കൊള്ളലാഭത്തിന് വേണ്ടിയിട്ട് പോയി പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ ഇതിനെതിരെയൊക്കെ കണ്ണടയ്ക്കാതെ സാറേ തക്കതായ ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിർത്താൻ പറ്റും സാർ. കാരണം ഈ കോച്ചിങ്ങുകൾ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് തലമുറയാണ് ഈ വാർത്തെടുക്കുന്നത്? ഇപ്പൊ നീറ്റ് ആയാലും JEE ആയാലും ഏതായാലും സാറേ ഈ നമ്മൾ സാധാരണ ഇതിൽ കാണാറുണ്ട്. കാരണം ഈ നീറ്റിനും JEE ഒക്കെ 1ാം റാങ്ക് 2ാം റാങ്ക് അവർ മോശക്കാരെന്നല്ല ഞാൻ പറയുന്നത്. അതെല്ലാം സാർ വർഷങ്ങളോടെ ഏതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയിരുന്ന് കോച്ചിങ് ചെയ്യുന്ന കുട്ടികൾ അല്ലാതെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് തനിയെ ഇരുന്ന് പഠിച്ച് ചെയ്യുന്ന കുഞ്ഞുങ്ങളല്ല. അപ്പൊ ഈ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിക്കുന്ന കുട്ടികൾ മണ്ടന്മാരോ? കോളേജിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ മണ്ടന്മാരാക്കുന്ന പ്രവൃത്തിയല്ലേ ചെയ്യുന്നത്? ഇതിനെയൊക്കെ നിയന്ത്രിച്ചേ പറ്റൂ സാർ. ഏതായാലും അത് ശ്രീജയെ പോലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുടെ ഒരു പ്രതികരണം കുറെ കൂടി കൃത്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും വളരെ നന്ദി ശ്രീമതി ശ്രീജ ഇവിടെ നിന്ന് ഇത്തരം ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ വരികയും അഭിപ്രായം വ്യക്തമാക്കുകയും ചെയ്തതിന്. രാകേഷ് അല്ലേ, രജീഷ് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? തൃശ്ശൂർ എവിടെ നിന്നാണ് രജീഷ് വിളിക്കുന്നത്? ചൊവ്വൂർ. ഞാൻ രജീഷിന്റെ ശബ്ദം കേട്ടപ്പോൾ നമുക്ക് സ്ഥിരം പ്രേക്ഷകനായ രജീഷാണെന്ന ഒരു ധാരണയിലാണ് ചോദിച്ചത്. ശ്രീ അതെ അതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ എന്താ പറഞ്ഞത്, ഇടക്കൊന്ന് നിന്നു അല്ലേ? അല്ല സാറേ, ഞാൻ എന്താ വിളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ വക ഇപ്പൊ ക്ലാസ് ചോർന്നുള്ള ചോർച്ച വാർത്ത വന്നിട്ടുള്ളത് നമ്മളിപ്പോ ഈ ഒരു ആൾക്കാർ മാത്രമല്ല ഇതിലുള്ളത്. പല ആൾക്കാരും ഈ ഓൺലൈനിലൂടെ ഈ പരിപാടികൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ സാറ് പറയുന്ന പോലെ തന്നെ സൈലമായാലും മറ്റുള്ള ആൾക്കാരായാലും ഇത് ചെയ്യുമ്പോൾ ഒരാൾക്കാരെ മാത്രം നമ്മൾ ഈ ടാർഗറ്റ് ചെയ്യണമാണ് ഈ ചാനലിൽ പോയി കാട്ടുന്നത് അല്ലേ? ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു മനസ്സിലായില്ല എനിക്ക്. അല്ല, ഇപ്പൊ MS സൊല്യൂഷനെ ടാർഗറ്റ് ചെയ്യണമെന്നല്ല ഈ സാധനം ഇപ്പൊ സാറ് കാണിച്ചിട്ടുള്ളത്. അല്ല, ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. അവരൊരു പ്രതികരണം വന്നുകൊണ്ട് അവരുടെ കൊടുത്തു. അല്ല, പ്രതികരണം വന്നു കാണിക്കുന്നു. മറ്റേ സൈലംകാരുടെ ഇതേപോലെയുള്ള ചാനലിലും വരുന്നുണ്ട്, പരിപാടി യൂട്യൂബ് ചാനലിലും അവരുടെ ക്ലാസ്സുകളും വരുന്നുണ്ട്. അതാരും കാണിക്കുന്നില്ല. അല്ല, അത് ഇതിപ്പോ അവര് ഇതിനെപ്പറ്റി പ്രതികരിച്ചു. അവരാണ് ഇത് ഞങ്ങൾ നടപടിയുമായി സഹകരിക്കും എന്നൊക്കെ പറഞ്ഞു വരുന്നത് കൊണ്ടാണ് അത് കാണിക്കുന്നത്. ഇപ്പൊ ഇവര് കുറ്റാരോപിതരല്ലേ? അല്ല, കുറ്റാരോപിതരുടെ വിഷയങ്ങളല്ലേ. നമ്മൾ മറ്റാളുകൾക്കെതിരെ വരുമ്പോ അവരുടെ കാര്യം പറയും. അങ്ങനെ ഇപ്പൊ നമ്മള് അങ്ങനെയല്ല അതല്ല, അത് നമ്മൾ കുറ്റാരോപിതർ തന്നെയാണ്. ഇപ്പൊ ദിലീപ് കുറ്റാരോപിതനാണ്, അല്ലെങ്കിൽ പല കേസുകളിൽ പ്രതികളൊക്കെ കുറ്റാരോപിതരാണ്. സാർ മനസ്സിലാക്കണം, നമ്മളൊരു ജീവിതമാർഗം ചെയ്തു പോണ ആൾക്കാർക്ക് ഒരു വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചിട്ട് ഇങ്ങനെ വാർത്ത വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കൂടുതൽ ചർച്ചയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് മുമ്പ് അതിൽ വല്ല സത്യം ഉണ്ടോ എന്ന് അറിയണ്ടേ സാറേ? അല്ല, നമുക്കിപ്പോ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് രജീഷ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രജീഷ് പറയുന്നത് ഒരു ന്യായമേ അല്ല. എന്താന്ന് വെച്ചാൽ ഒരു സംഭവം നടന്നു, ഒരാളെ കുത്തിക്കൊന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നു, അത് പോലീസ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ പറയാണ് ആ വാർത്ത കൊടുക്കണ്ട. നിക്ക് ഞാനും കൂടി പറയട്ടെ. അപ്പൊ ആ വാർത്ത കൊടുക്കണ്ട, ആ വാർത്ത സുപ്രീം കോടതി അന്തിമ തീരുമാനം എടുത്തതിന് ശേഷം കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഗോവിന്ദച്ചാമി ട്രെയിനിലിട്ട് ഒരു യുവതിയെ അടിച്ചു കൊന്ന് ചെയ്ത ക്രൂരത അറിയാലോ. ഇത് വാർത്ത കൊടുക്കണ്ട, ആ കോടതിയിൽ വന്ന് കേസ് തെളിഞ്ഞ് ഇത് അവസാനം ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അടുത്ത് എത്തുന്നത് വരെ ഈ വാർത്ത പിടിച്ചു വെച്ച് പ്രസിഡന്റും കൂടി തള്ളിക്കളഞ്ഞതിന് ശേഷം
കൊടുക്കാം എന്ന നിലപാട് ആണോ വേണ്ടത്? ഇനി ഇപ്പൊ നമ്മൾ മറ്റൊരു കാര്യം, കേരളത്തിന്റെ ഒരു മിനിറ്റ്, ഇത് കേൾക്കാൻ ഇത്ര അസഹിഷ്ണുത എന്താ? നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടില്ലേ? അല്ല കേട്ടില്ല, കേൾക്കാൻ ഞാൻ പറയട്ടെ. അതേപോലെ അല്ല പറയട്ടെ, ഇത് കേൾക്കുന്നതിന് ഇത്ര അസഹിഷ്ണുത എന്താ? നിങ്ങൾക്ക് ഈ വല്ല യൂട്യൂബ് ചാനലുണ്ടോ? പിന്നെന്തിനാ അസഹിഷ്ണുത? അപ്പൊ ക്ഷമിക്കുന്നേ, കുറച്ച് നമുക്ക് സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ എനിക്ക്. അപ്പൊ അതേപോലെ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയാണ് ഇങ്ങനെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവ് ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചു, എന്നാൽ പോയി ആ അഴിമതിയൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് കണ്ടെത്തി വന്നിട്ട് സത്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്ന് പറയും ഞാൻ, ഈ പണി നടക്കില്ല. പക്ഷേ ആ പ്രതിപക്ഷ അല്ല പറയട്ടെ, ഇത് ഇത്രമാത്രം അസഹിഷ്ണുതയ്ക്ക് എന്താവശ്യം? അല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇത്രമാത്രം അസഹിഷ്ണുത വരാൻ എന്താ കാരണം? നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ ഇത് ബാധിക്കുന്നു അതുകൂടി പറയൂ. നിങ്ങളെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? നിങ്ങൾക്ക് ഇത്രമാത്രം അസഹിഷ്ണുത വരാൻ എന്താണ് കാരണം? ഒരു കാര്യം പറയരുത്, മിണ്ടരുത്, അങ്ങനെ അങ്ങ് നിശബ്ദനാക്കാം എന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിദ്ധരിക്കുന്നത്? അല്ല ഞാനൊരു വോളിയം വെക്കുന്നില്ല, നിങ്ങൾ പറയും, നിങ്ങളും കൂടി കേൾക്കുന്നത്. നിങ്ങൾ എനിക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ഞാനും കൂടി അതിന് മറുപടി പറയട്ടെ. അതിലെന്താ അസഹിഷ്ണുത? അപ്പൊ നിങ്ങൾ പറയുന്നത് വാർത്ത അല്ല, നിങ്ങൾ പറയുന്ന ഒരു തെറ്റായ സന്ദേശം ഈ നാടിന് കൊടുക്കുമെന്നുള്ളത് കൊണ്ടാണ് ആ വാർത്താ ചാനലിന്റെ അവിഭാജ്യ അല്ല പറയട്ടെ. ഇത് നിങ്ങള് അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അന്ന് കോടതി വെറുതെ വിട്ടെന്ന് പറഞ്ഞു കൊടുക്കും, കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ്, അതിനെയാണ് വാർത്ത എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉണ്ടായാൽ ആ വാർത്ത ഞങ്ങൾ തെളിയിച്ചിട്ടേ കൊടുക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിറ്റേ ദിവസം പറയുന്നത് എന്താ? ഈ ചാനൽ ആ മന്ത്രിയെ പേടിച്ചു കൊടുത്തില്ലെന്ന് പറയും. അല്ല, നിങ്ങൾ ഈ വാർത്ത എന്ന് കൊടുക്കണം ഒരു വാർത്ത. അങ്ങനെയാണെങ്കിൽ ഇന്ന് വരുന്ന വാർത്തകളെല്ലാം ഒരു 20-25 കൊല്ലം കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള തെറ്റായ സന്ദേശം നിങ്ങൾ കൊടുക്കുകയാണ്. പല കുറ്റകൃത്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെന്നേ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടത് നിങ്ങളും നിങ്ങളെപ്പോലുള്ള പൊതുമാധ്യമം കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തെറ്റായ ഒരു സംഭവം വരുമ്പോൾ ഒരുപക്ഷെ കൃത്യമായ മാധ്യമ ഇടപെടലില്ലാത്ത പോകുന്നുണ്ട്, അത് അംഗീകരിക്കപ്പെടാതെ കാണാതെ മണ്ണടിച്ചു പോകുന്ന സംഭവമുണ്ട്. അവരാണിത് ഭയക്കുന്നത്. ഒരു കുറ്റകൃത്യം നടന്നു എന്നൊരു ആരോപണം വരുന്നു, ആ ആരോപണം അന്വേഷിക്കട്ടെ. എത്ര ആളുകൾ അന്വേഷിക്കുന്നില്ലേ? അങ്ങനെ അന്വേഷിച്ചിട്ട് അതിൽ തെറ്റല്ല എന്ന് പറയുമ്പോൾ ഇതാ ഞാൻ നിരപരാധിയായി എന്ന് പറയുന്നു. നമുക്ക് മുന്നിൽ വലിയ ഉദാഹരണങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിഷയം വന്നില്ലേ, ഇന്ന് ആളുകൾ മാറ്റി പറഞ്ഞില്ലേ? അപ്പൊ അതുപോലെ വരട്ടെ, ആ നീതി അത് അല്ല അങ്ങ് തെറ്റായ ഒരു സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. ഞാനത് തിരുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ ഇടപെട്ട് അതെന്തോ ഒരു അതിനെയാണ് ഈ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന രീതി. അത് ശരിയായ രീതിയിൽ അങ്ങ് പറയുന്നതെല്ലാം കേട്ടിരുന്നിട്ടാണല്ലോ ഞാൻ മറുപടി പറയാൻ തുടങ്ങിയത്. ഒരു 2 മിനിറ്റ് ഒന്ന് ക്ഷമിച്ചാൽ എന്താ? അല്ല നിങ്ങൾ പറയുന്നതെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ ഒരു 2 മിനിറ്റ് സമയം ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് അത് പറയാൻ കഴിയും. ശരി, അല്ല ഞാൻ ചോദിക്കുന്നത്, ഇനി അങ്ങ് പോലെ എത്ര ആളുകൾ എതിർത്താലും ഇങ്ങനെ ഒരു പോലീസ് കേസെടുത്തു എന്നുള്ള വാർത്ത കൊടുക്കാം. മന്ത്രി പറഞ്ഞാൽ ആ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് അത് ശരിയാണെന്ന് തെളിയിക്കൽ. ആ വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരു വാർത്തയും അങ്ങനെ മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ അങ്ങ് ബേജാറായിട്ടോ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ബേജാറായിട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തടസ്സപ്പെടുത്തിയിട്ടോ ഒന്നും കാര്യം സംഭവിക്കാൻ പോകുന്നില്ല. വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കും. അതിൽ യാതൊരു ശരി, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദീപു എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ദീപു, വിദ്യാഭ്യാസ മന്ത്രി സ്ഥിരീകരിക്കുകയാണ് ഇതിൽ ഒരു വിശദമായ അന്വേഷണം വേണം, സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരണം. നടക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന മാതൃകയിലുള്ള ചോദ്യപേപ്പർ ചോർച്ച കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. വിദ്യാഭ്യാസം വലിയ കച്ചവടമാക്കാൻ തൽപരരായിട്ടുള്ള ആളുകൾ വലിയൊരു ശതമാനം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് താനും. ഈ വിഷയത്തെ എത്ര ഗൗരവത്തോടെ കാണണം? ഇതിൻ്റെ എല്ലാ കുറ്റവും തെളിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ വിധി വന്നതിന് ശേഷം വാർത്ത കൊടുത്താൽ മതി എന്ന ന്യായത്തോട് ദീപു യോജിക്കുന്നുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ യോജിക്കുന്നൊന്നുമില്ല. പക്ഷെ വാർത്ത കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നാണ് പറയേണ്ടത്. നമ്മൾ വിധിക്കേണ്ട കാര്യമില്ലെന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും മാധ്യമങ്ങൾ വിധിയാണ് നടപ്പാക്കുന്നത്. അത് എനിക്കും അഭിപ്രായമുണ്ട്. പക്ഷെ ഇപ്പൊ ആ വിഷയം പറഞ്ഞാൽ ഞാൻ 16 മിനിറ്റായി പിടിച്ചോണ്ട് ഈ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന അഭിപ്രായം പറയാൻ എനിക്ക് ഞാൻ പറയാനുള്ള അഭിപ്രായം, അതായത് നമ്മളിപ്പോ സംസാരിക്കുന്നത് ദേശീയ തലത്തിലുള്ള നീറ്റ് അല്ലെങ്കിൽ നമ്മുടെ +2 ഫൈനൽ പരീക്ഷ, പബ്ലിക് പരീക്ഷ, ഇത് അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. അത് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി അതിൻ്റെതായിട്ടുള്ള
രീതിക്കാണ്, സെക്യൂരിറ്റി രീതിക്കാണ് അത് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കും, ഒരെണ്ണം പുറത്ത് കൊടുക്കും, മറ്റൊരു കോൺഫിഡൻഷ്യൽ പ്രസിന് കൊടുക്കും, അവിടുന്ന് ഉണ്ടാക്കും, അവിടുന്ന് വരും. എന്നിട്ട് ഈ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അത് 2 അയച്ചു കൊടുക്കും, അവിടുന്ന് അധ്യാപകർ എടുത്തോണ്ട് പോകും, എന്നിട്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് കൊടുക്കും. അപ്പൊ പോലും സർക്കാർ എടുത്ത നിലപാട് എന്താ? ഇതിനകത്ത് ഇങ്ങനെ ഈ ഒരു ക്രിസ്മസ് പരീക്ഷയായിട്ട് പോലും അതിനകത്തുള്ള എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ വന്നു എന്നല്ല പറയുന്നത്, ഇങ്ങനെ പ്രോബബിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് വരുന്നതിനകത്ത് എങ്ങനെ വന്നു, അങ്ങനെ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ള പരീക്ഷകളെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇത് എവിടുന്ന് ചോർന്നു എന്ന് വളരെ ക്രിയാത്മകമായിട്ടാണ് സർക്കാർ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഏത് പരീക്ഷയാണ്, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ക്രിസ്മസ് പരീക്ഷയാണ്, അല്ലാതെ നമ്മുടെ പിന്നെ ഫൈനൽ മെയിൻ എക്സാം അല്ല. അപ്പൊ അതിനകത്ത് പോലും ഇപ്പൊ പണ്ടൊക്കെ സ്കൂളിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, അപ്പൊ അപ്പോഴൊക്കെ ചോർന്നിട്ടുണ്ടാവില്ല. അപ്പം ഇപ്പൊ അതല്ല, ഒരു സെൻട്രലൈസ്ഡ് ഒരു സാധനത്തിനകത്താണ് അതിനകത്ത് നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളിൽ മന്ത്രി തന്നെ വളരെ കൃത്യമായി അതിനകത്ത് എല്ലാം ചോർന്നു എന്നല്ല പറയുന്നത്. ഈ പ്രോബബിൾ ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതൊക്കെ വന്നിട്ടുണ്ടോ, അതെങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണത് പുറത്തു പോയത്, അതേപോലെ അതായത് വാക്കുകൾ മാറാതെ അതേപോലെയാണ് ആണെങ്കിൽ എങ്ങനെയാണത് പോയിട്ടുള്ളത് എന്നൊക്കെ നോക്കാനുള്ള കാര്യമുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്നു എന്ന് പറയുന്നത്, പിന്നെ ന്യൂട്ടൺ ലോയിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ പ്രാവശ്യം അതുപോലെയല്ലേ ചോദിക്കും, വേറെന്തെങ്കിലും ലോയെ കുറിച്ച് എഴുതാൻ പറയോ? അപ്പൊ അങ്ങനല്ല. അപ്പം പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം തന്നെ പല രീതിയിൽ പിന്നെ ഗീവ് റീസൺ എന്ന് പറഞ്ഞു വരും, അല്ലെങ്കിൽ വാട്ട് ഈസ് എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കുക. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ സെയിം ചോദ്യം തന്നെ മറിച്ചും തിരിച്ചൊക്കെ വരാം. അത് നമ്മൾ പഠിക്കുന്ന വിഷയത്തിനനുസരിച്ചാണ്. പക്ഷെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പം ഇത് നമ്മൾ നീറ്റ് എക്സാം അത് ഇതെന്നൊക്കെ പറയുമ്പോൾ ഇത് ഏതാണ്ട് പബ്ലിക് എക്സാമിന്റെ ചോദ്യം ചോർന്നു എന്നുള്ള രീതിക്ക് നമ്മൾ പോകരുത്. എന്നാലും ഗൗരവത്തോടെ എടുക്കണം, സ്വാഭാവികമായി അതാണ് മന്ത്രി എടുത്തിട്ടുള്ളത്. അത് വളരെ വളരെ വ്യക്തമാണ്. സമയം ദീപു 16 മിനിറ്റ് കാത്തുനിന്നെങ്കിലും അവസാനം സംസാരിക്കാൻ കഴിഞ്ഞു, പക്ഷെ സമയം അതിക്രമിച്ചു. വളരെ നന്ദി ദീപു അഭിപ്രായം വ്യക്തമാക്കുകയും ചെയ്തതിന്. ഏതായാലും നിരവധി ആളുകൾക്ക് എന്നോട് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്, ഞാൻ ഏതോ ഒരു ചാനലിനെ വ്യക്തിപരമായി ആക്രമിക്കുന്നു എന്നാണ്. അങ്ങനെയല്ല, ഞങ്ങൾക്ക് അങ്ങനെ വ്യക്തിപരമായി ആരോടും വിദ്വേഷമില്ല. ആർക്കെതിരെ വാർത്ത വന്നാലും അത് കൊടുക്കുന്നതിൽ ഇവിടെ ഒരു തടസ്സവുമില്ല. ഏതായാലും ഈ വിഷയം സർക്കാരിൻ്റെ നടപടികൾ തൃപ്തികരം ആണോ എന്ന ഒരു ചോദ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചു, ചോദ്യപേപ്പർ ചോർച്ച തടയാൻ. പക്ഷേ അത് നടപടികൾ തൃപ്തികരമല്ല എന്ന് ചില ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലായില്ല. ഏതായാലും വളരെ പര്യാപ്തമാണോ എന്ന് ചോദിച്ചപ്പോൾ 22% ആളുകളെ പര്യാപ്തമാണ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. 78% ആളുകളും കുറേ കൂടി കർശനമായ നടപടികൾ വേണം എന്ന നിലപാടാണ് വയ്ക്കുന്നത്. ഏതായാലും ഇന്ന് യൂട്യൂബിൽ നിരവധി ആളുകളുടെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു, അത് മുഴുവൻ വായിക്കാൻ പറ്റിയില്ല. 300-ഓളം ആളുകളുടെ പ്രതികരണം അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ദയവായി ക്ഷമിക്കണം. പക്ഷേ എല്ലാവരുടെയും പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.